നമസ്കാരം. കേരളത്തിൽ എപ്പോഴും ചർച്ചയാവുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ സാമ്പത്തിക ഭാവിയെയും ആയിരക്കണക്കിന് യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അത് ഉയർത്തണോ വേണ്ടയോ? അപ്പോൾ ഇന്ന് നമുക്ക് ഈയൊരു സങ്കീർണമായ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ഒന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് വെറുമൊരു സംഖ്യയുടെ കളിയല്ലട്ടോ. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ, നിലവിൽ സർവീസിലുള്ള ജീവനക്കാരുടെ ഭാവി, പിന്നെ ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം ഈ ഒരൊറ്റ തീരുമാനത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിതൊരു 5 ഭാഗങ്ങളായിട്ട് തിരിച്ചു നോക്കാം. എന്താണ് പ്രധാന ചോദ്യം? ഇതിനെ അനുകൂലിക്കുന്നവരെന്തു പറയുന്നു? എതിർക്കുന്നവരുടെ വാദങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഒത്തുതീർപ്പ് വഴികളുണ്ടോ? അവസാനം എങ്ങനെ ഒരു ബാലൻസ്ഡ് തീരുമാനത്തിലെത്താം? ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നമുക്കാദ്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാം, അല്ലേ? കേരളം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? 56. ഈയൊരു നമ്പറിലാണ് കാര്യം. ഇതാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇപ്പോഴത്തെ വിരമിക്കൽ പ്രായം. എല്ലാ ചർച്ചകളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈയൊരു സംഖ്യയെ ചുറ്റിപ്പറ്റിയാണ്. ഇനി നമുക്ക് മറ്റു സ്ഥലങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. നോക്കൂ, കേരളത്തിൽ ഇത് 56 പക്ഷേ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇത് 60 വയസ്സാണ്. ഇനി നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലേക്ക് പോയാലോ? അവിടെ അത് 62. അപ്പോൾ ഈയൊരു വലിയ വ്യത്യാസമില്ലേ? ഇതാണ് ഈ ചർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന്. അപ്പോൾ ശരി, എന്തുകൊണ്ടാണ് ഈ പെൻഷൻ പ്രായം കൂട്ടണം എന്ന് ചിലർ ശക്തമായി വാദിക്കുന്നത്? നമുക്ക് അതിന്റെ കാരണങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികം തന്നെയാണ്. ഓരോ വർഷവും ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ ഖജനാവിൽ നിന്ന് വലിയൊരു തുകയാണ് ചിലവാകുന്നത്. അതായത് വിരമിക്കൽ പ്രായം കുറച്ചുകൂടി കൂട്ടിയാൽ പെൻഷൻ കൊടുക്കുന്നത് അത്രയും വർഷത്തേക്ക് നീട്ടിവെക്കാമല്ലോ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കരിയറിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ, ഏറ്റവും അനുഭവസമ്പത്തുള്ള സമയം എപ്പോഴായിരിക്കും? അതൊരു പക്ഷേ 50 വയസ്സിന് ശേഷമായിരിക്കും. അവരുടെ എക്സ്പീരിയൻസിന്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയാം, അല്ലേ? അത്രയും വിലപ്പെട്ടൊരു കഴിവ് 56-ാം വയസ്സിൽ നഷ്ടപ്പെടുത്തുന്നത് ഭരണസംവിധാനത്തിനൊരു നഷ്ടം തന്നെയല്ലേ? കാലം ഒരുപാട് മാറിയില്ലേ? ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ. ആളുകളുടെയൊക്കെ ശരാശരി ആയുസ് ഒരുപാട് കൂടി. അത്രയും കാലം നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നൊരു കാലത്ത് 56 വയസ്സിൽ തന്നെ ഒരാളെ വിരമിച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഈ നാണയത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ഈ തീരുമാനത്തിനെതിരെ ശക്തമായ എതിർപ്പുകളുണ്ട്. അതിന്റെ പ്രധാന കാരണം പൈസയുടെ കണക്കല്ല, മറിച്ച് സമൂഹത്തിലുണ്ടാകാൻ പോകുന്ന ചില പ്രശ്നങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ്. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഒരു സർക്കാർ ജോലിയും സ്വപ്നം കണ്ട് നടക്കുന്നത്. അപ്പോൾ പെൻഷൻ പ്രായം കൂട്ടിയാൽ എന്ത് സംഭവിക്കും? പുതിയ വേക്കൻസികൾ ഉണ്ടാകുന്നത് നിൽക്കുമല്ലേ? അത് സ്വാഭാവികമായും യുവാക്കൾക്കിടയിൽ വലിയൊരു നിരാശയുണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ റിട്ടയർമെന്റും ഒരു പുതിയ അവസരമാണ്, ഒരു പ്രതീക്ഷയാണ്. ആ വാതിലാണ് ഇതിലൂടെ അടഞ്ഞു പോകുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എപ്പോഴും പുതിയ തലമുറ വരുമ്പോഴല്ലേ പുതിയ ഐഡിയകളും ടെക്നോളജിയുമൊക്കെ വരുന്നത്. കാലത്തിനനുസരിച്ച് ഭരണം മാറണമെങ്കിൽ, അതിന്റെ കാര്യക്ഷമത കൂടണമെങ്കിൽ പുതിയ രക്തം വരണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, മറുവശത്ത് യുവാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. ഇതിന് രണ്ടിനുമിടയിൽ ഒരു കോംപ്രമൈസ്, ഒരു ഒത്തുതീർപ്പ് സാധ്യമാണോ? നമുക്ക് ചില വഴികൾ നോക്കാം. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒന്നാമതായിട്ട്, എല്ലാ പോസ്റ്റിലും ഇത് ചെയ്യണ്ട, പകരം ഡോക്ടർമാരെയോ അല്ലെങ്കിൽ പ്രത്യേക കഴിവുകൾ വേണ്ട ടെക്നിക്കൽ എക്സ്പേർട്സിനെയോ പോലുള്ളവരുടെ മാത്രം പെൻഷൻ പ്രായം കൂട്ടുക. രണ്ടാമത്തെ ഒരു ഐഡിയ, പരിചയസമ്പന്നരായ ആളുകളെ വിരമിച്ചതിന് ശേഷം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിലനിർത്തുക എന്നതാണ്. പിന്നെ മൂന്നാമതായി, പ്രായം കൂട്ടിയാലും യുവാക്കളുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ PSC നിയമനങ്ങൾക്കൊന്നും ഒരു കുറവും വരില്ല എന്ന് ഉറപ്പുകൊടുക്കുക. അപ്പോൾ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഒരു കാര്യത്തിലാണ്. ഇതൊരു എളുപ്പമുള്ള തീരുമാനമല്ല. പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കോംപ്ലക്സായ ഒരു വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ബാലൻസ് ചെയ്യേണ്ടിവരും. അപ്പോൾ നോക്കൂ, ഇതാണ് ഈ വിഷയത്തിന്റെ ഒരു സംഗ്രഹം. ഒരു വശത്ത് പ്രായം കൂട്ടിയാൽ സർക്കാരിന് സാമ്പത്തിക ഭാരം കുറയും, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥരെ കിട്ടും. എന്നാൽ മറുവശത്തോ, ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ കുറയും, PSC റാങ്ക് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവർ നിരാശരാകും, ചിലപ്പോൾ പ്രതിഷേധങ്ങൾ വരെ ഉണ്ടാകാം. അപ്പോൾ ഇതിലേതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതാണ് യഥാർത്ഥ ചോദ്യം. അതുകൊണ്ടുതന്നെ ശരിയായൊരു തീരുമാനം എന്ന് പറയുന്നത് വെറും കണക്കുകൾ മാത്രം നോക്കിയെടുക്കേണ്ട ഒന്നല്ല. അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ,
ഭരണത്തിന്റെ കാര്യക്ഷമത, പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ യുവാക്കളുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം ഒരുപോലെ പരിഗണിക്കണം. അങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് എളുപ്പമല്ല, പക്ഷേ അത് അത്യാവശ്യമാണ്. അതെ, ഈ പറയുന്നതിലാണ് കാര്യം. സാമ്പത്തികമായ ചിന്തയും സാമൂഹികമായ അവസരങ്ങളും, ഇത് രണ്ടും ഒരു ത്രാസിന്റെ രണ്ട് തട്ടുകൾ പോലെയാണ്. ഇതിൽ ഏത് തട്ട് താഴണം, ഏത് ഉയരണം എന്നുള്ളതല്ല, രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുക എന്നതിലാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോ ഈ വിഷയത്തിന്റെ രണ്ട് വശങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ കണ്ടു. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് വേണ്ടത്? സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 56-ൽ തന്നെ നിർത്തണോ,